ലെഫ്റ്റ്. ഹരിയേട്ടാ. ഹലോ, SP ഹരിശങ്കർ ഹിയർ. യെസ്, ആ വെഹിക്കിൾ നമ്പർ പാസ് ചെയ്തേക്ക്. KL01AS 6965. ഒരു ആപ്പിൾ റെഡ് കളർ ടവേര. ഏത് സാഹചര്യത്തിലായാലും ഈ വാഹനം ബ്ലോക്ക് ചെയ്യണം. ആ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറഞ്ഞ? അത് ആദ്യ ധന്വന്തരി ക്ഷേത്രം. ആ സ്ഥലപ്പേര് പറയും. ലാൻഡ് നെയിം തോട്ടുവ. ജോൺസൺ, തോട്ടുവ എന്ന ആ സ്ഥലത്തിന്റെ പേര്. പെരുമ്പാവൂർ ഡിവിഷനിലെ ഒരു റൂറൽ ഏരിയ. ആദ്യ ധന്വന്തരി ക്ഷേത്രം. ഫോറസ്റ്റ് ഏരിയ. ഓക്കെ. എന്തെങ്കിലും മറ്റു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ. ശരി. എന്തേ ഒച്ചയും ബഹളമൊന്നും കേൾക്കാതായപ്പോ ഞാൻ കരുതി രണ്ടും തീർന്നെന്ന്. നിങ്ങൾ ആരാ? ഞങ്ങൾ എവിടേക്കാ കൊണ്ടുപോകുന്നേ? എന്തിനാ? പ്ലീസ്, സുഖമില്ലാത്ത ആളാ ഇത്. കാറൊന്ന് നിർത്താൻ പറ പ്ലീസ്. ഇറങ്ങി ഓടാനോ ബഹളം വെച്ച് ആളെ കൂട്ടാനോ നോക്കണ്ട. ആ വേലയൊന്നും ഇവിടെ എടുക്കണ്ട, മനസ്സിലായോ? പറഞ്ഞോ. രഘു, നിങ്ങളിപ്പോ എവിടെയാ? ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്താറായി. ഇനി ഒരു 2 കിലോമീറ്റർ. പ്രശ്നമാണ് രഘു. ഇവിടെ വേണുവിന്റെ അമ്മയ്ക്ക് എന്തോ ഡൗട്ടുണ്ട്. അവർ SP ഹരിശങ്കറിനെ വിളിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നിനക്ക് പുറകെ പോലീസ് ഉണ്ടാവും. നീ ഇപ്പൊ എവിടാണെന്ന് വെച്ചാ അവിടെ ഇറങ്ങിക്കോ. ഇനി ഒരു 10 മിനിറ്റ് കൂടി കിട്ടിയാൽ മതിയായിരുന്നു. പറയുന്നത് കേക്ക്. നീ പോലീസിന്റെ കൈ പെടരുത്, മനസ്സിലായോ? ശരി. എന്നാ പിന്നെ നിങ്ങൾ എവിടെയൊക്കെയാന്ന് വെച്ചാൽ പോയിട്ട് വാ. ഞാനിവിടെ ഇറങ്ങുക. പോട്ടെ പെങ്ങളെ, പോട്ടെ വേണു സാറേ. നമുക്ക് വേറൊരിക്കൽ കാണാം. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? ആരെ അവൻ? ആര് പറഞ്ഞിട്ടാ നീ അവനെ കാറിൽ കയറ്റിയത്? പറയാൻ. മേഡം പറഞ്ഞിട്ടാ. ചേച്ചി ഒന്നും തോന്നല്ലേ ചേച്ചി? നിന്റെ ഫോണിങ്ങെന്താ? ഈശ്വരന്മാരെ, ഒരാപത്തും കൂടാതെ എന്റെ മക്കളെ തിരിച്ചെത്തിച്ചേക്കണേ. ഹലോ. അമ്മേ, അംബികയാ. മോളെ, നിങ്ങളിപ്പോ എവിടെയാ? ഇതാരുടെ ഫോണാ? വേണു എന്തിയേ? അമ്മ എന്തിനാ പേടിക്കുന്നേ? ഞങ്ങൾക്കൊരാപത്തും ഇല്ല. വേണുവേട്ടൻ എന്റെ അടുത്തുണ്ട്. നിങ്ങളിങ്ങ് തിരിച്ചു വാ. ഞങ്ങൾ വരാം അമ്മേ. അല്ല, അമ്മ എന്താ വല്ലാതെ? ഒന്നുമില്ല, നിങ്ങളിങ്ങ് വന്നാ മതി. എന്റെ ഈശ്വരന്മാരെ.
ജോർജ്, MC റോഡിൽ നിന്നും ഒരു ഡീവിയേഷൻ ഉണ്ട്. യെസ്, ആ ഫോറസ്റ്റ് ഏരിയ ആണ്. ആ ഓക്കെ. എന്താ കാര്യേട്ടാ, അവരെ കണ്ടോ? ആ നീ ടെൻഷൻ ആവണ്ട. എല്ലാ സ്റ്റേഷനിലേക്കും ഹൈവേ സെക്ഷനിലേക്കും ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഹരിയേട്ടാ, ആരാ? സാവിത്രി അമ്മ എന്നാ തോന്നുന്നത്. നീ ഫോൺ എടുക്ക. ഹലോ മോനെ, അംബിക വിളിച്ചു എന്നെ. പേടിക്കാനൊന്നുമില്ല, അവര് തിരികെ വരിക. സിധു, എന്താ കാര്യം? അത് പേടിക്കാനൊന്നും ഇല്ലെന്ന് അംബിക സാവിത്രി അമ്മയെ വിളിച്ചു എന്ന്. അംബികയും ഭർത്താവും ഇപ്പൊ എവിടെ ഉണ്ട്? അവര് തിരികെ വരാന്ന്. ഹരിയേട്ടാ, ഇനിയിപ്പോ നമുക്ക് തിരികെ പോവാം. ഡ്രൈവർ, അവിടെ തിരിച്ചോ. മോനെ, വേണു. അമ്മേ, മോളെ, മോനെ. എന്താ ഏട്ടത്തി, ഒരു നല്ല കാര്യത്തിന് പുറപ്പെട്ട വണ്ടി തിരികെ വിളിക്കാൻ മാത്രം എന്റെ കാറായതുകൊണ്ടാണോ? നീ എന്താടി എന്നെ ഇപ്പൊ നോട്ടം കൊണ്ട് കത്തിച്ചു കളയുമല്ലോ. സീതാലക്ഷ്മി പോകാൻ ഇറങ്ങിയതാണെങ്കിൽ പോ. എന്തായാലും കൊള്ളാം. ഒളിഞ്ഞു നിന്ന് എന്തെങ്കിലും കേട്ടു എന്ന് വെച്ചിട്ട് എന്നെ അങ്ങനെ അങ്ങ് അവിശ്വസിക്കരുത്. വായി നോക്കി നിക്കതാ, വണ്ടി എടുക്കടാ, കേറാ. ആന്റണി പറയേ. യെസ്, അവര് സേഫായിട്ട് തിരിച്ചെത്തി. വേണ്ട, അത് വിട്ടേക്ക്. ഹരിയേട്ടാ, ഞാൻ കാരണം ഹരിയേട്ടനൊരു ബുദ്ധിമുട്ടായില്ലേ? അംബികയ്ക്ക് എന്തോ ആപത്ത് എന്നറിഞ്ഞപ്പോ ഞാൻ അതാ ഹരിയേട്ടാ. താങ്ക്സ്. എന്തിന്? എല്ലാറ്റിനും. ആ വണ്ടി ഒന്ന് നിർത്തി. എന്താ ഹരിയേട്ടാ, എന്തിനാ ഇവിടെ? വെറുതെ
നിനക്ക് പോയിട്ട് അത്യാവശ്യമുണ്ടോ? ഹരിയേട്ടൻ എന്നോട് കാര്യമായിട്ട് എന്തോ പറയാനുണ്ട്. എന്താ ഹരിയേട്ടാ? പുതിയതായിട്ടൊന്നുമില്ല സിദ്ധു. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞു പഴകിയ കാര്യം, ഞാൻ പറയാതെ തന്നെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അറിയാം. മാനസയെ വിഷമിപ്പിക്കരുത്, മൈനയെ ചെന്ന് കാണരുത്, അതല്ലേ? ഇതല്ലാതെ വേറൊന്നും ഹരിയേട്ടന് പറയാനുണ്ടാവില്ലല്ലോ. നീ എന്നെ കളിയാക്കാണോ സിദ്ധു? അല്ല, ഹരിയേട്ടനെ ഞാൻ കളിയാക്കില്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഹരിയേട്ടൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതൊക്കെയാണെങ്കിൽ വെറുതെ ഇനിയും പറഞ്ഞ് പഴയിക്കേണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതെ സിദ്ധു, അത് തന്നെയാണ്. മാനസയും മൈനയും ഞാൻ എൻ്റെ പ്രാണന്റെ ചൂട് കൊടുത്ത് വളർത്തിയതാ എൻ്റെ മക്കളെ. അവരുടെ ജീവിതം ഒരു നൂലിൽ തൂങ്ങി ആടുമ്പോൾ എൻ്റെ നെഞ്ച് പിടയ്ക്കും, എനിക്ക് നോവും. അതുകൊണ്ടാ സിദ്ധാർത്ഥ നിന്നോട് പറഞ്ഞു പഴകിയത് തന്നെ എനിക്ക് ആവർത്തിക്കേണ്ടി വരുന്നത്. എൻ്റെ മക്കളുടെ ജീവിതം വെറുമൊരു നൂലിൽ കെട്ടിയത് നീയാ. എപ്പോ വേണമെങ്കിലും പൊട്ടി വീഴാവുന്ന ജീവിതങ്ങളാക്കി അവരെ മാറ്റിയതും നീ മാത്രമാ. ഹരിയേട്ടന് ഓവർ സെന്റിമെന്റ്സ് കൊണ്ട് തോന്നുന്നത് ഇതൊക്കെ. മാനസയുടെയും മൈനയുടെയും ജീവിതം ഒരിടത്തും കെട്ടിയിട്ടിട്ടില്ല ഞാൻ. വെറുതെ ഓരോന്ന് ചിന്തിച്ചും ഊഹിച്ചെടുത്തുണ്ടാക്കിയും ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിനക്കൊക്കെ വെറും നിസ്സാരം. ഞാനിപ്പോ കണ്ടല്ലോ, ഒരു ഫോൺ കോൾ വന്നപ്പോഴേക്കും അമ്പിയയ്ക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് ചിന്തിച്ചും ഊഹിച്ചും എടുത്തുള്ള നിന്റെ വെപ്രാളവും പരവേശവും. സ്വന്തം നെഞ്ചി കുത്തിയാലേ വേദന അറിയുമല്ലേ? സിദ്ധു, നീ ഒരുപാട് മാറിയിരിക്കുന്നു. മുമ്പൊക്കെ ഹരിയേട്ട എന്ന് നിന്റെ ഒരു വിളിയൊച്ചയിൽ പോലും ഒരുപാട് സ്നേഹം ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ നമുക്കൊക്കെ കഴിയും. എന്റെ ഉള്ളിൽ സ്നേഹവും ബഹുമാനവും ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇപ്പോ ഹരിയേട്ടന് തിരിച്ചറിയാൻ കഴിയാത്തത് ഹരിയേട്ടൻ ഒരുപാട് മാറിയതുകൊണ്ടാ. ഹരിയേട്ടൻ എന്നും എപ്പോഴും സ്നേഹിച്ചത് മാനസയെയും മൈനയെയും മാത്രമാ. മറ്റാരെയും സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഹരിയേട്ടൻ? നേരത്തെ പറഞ്ഞല്ലോ, മാനസയുടെയും മൈനയുടെയും ജീവിതം നൂലിൽ കെട്ടിയിട്ടത് ഞാനാണെന്ന്. നിങ്ങൾക്കൊക്കെ ഇടയിൽപ്പെട്ട് തകർന്നു പോകുന്നത് ഞാനല്ല ഹരിയേട്ട. എനിക്കുണ്ട് ചെറുതെങ്കിലും കുറച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. സ്നേഹിക്കുന്നവരുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ടാണോ സിദ്ധു നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാക്കേണ്ടത്? സ്നേഹം അങ്ങനെയൊന്നും നമുക്കിടയിൽ ഉണ്ടോ ഹരിയേട്ട? മാനസയുടെ ഭർത്താവായതുകൊണ്ടല്ലേ ഹരിയേട്ടൻ എന്നെ ഇപ്പൊ പറഞ്ഞ ആ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുന്നത്. ഞാൻ മൈനയോട് ഇഷ്ടം കാണിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്ന ശാസിക്കുന്നൊക്കെ. അല്ലാതെ സിദ്ധാർത്ഥൻ എന്ന ഈ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളനുസരിച്ച് ജീവിക്കുന്നവരോട് നമുക്ക് സ്നേഹവും ഇഷ്ടവും അല്ലെങ്കിൽ അല്ലേ ഹരിയേട്ടാ? ഇത് സ്നേഹമല്ല, സ്വാർത്ഥതയാ. അതെ, ഞാൻ സ്വാർത്ഥനാ. എന്റെ മക്കളുടെ കാര്യത്തിൽ ശരിക്കും സ്വാർത്ഥതയുണ്ട് എനിക്ക്. അവരുടെ കണ്ണൊന്നും നനയാനിട വന്നാൽ സൈക്കിൾ എനിക്ക്. അവരുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് എല്ലാ സ്വാർത്ഥതയും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നിന്നോട് ഞാൻ പറഞ്ഞു പഴകിയത് ആവർത്തിക്കാണ്. സിദ്ധാർത്ഥ്, നീ ഇനിയും എന്റെ മൈനെ കാണാൻ പോകരുത്. പറഞ്ഞു പഴകിയ മറുപടി ഞാനും ആവർത്തിക്കുക ഹരിയേട്ട. ഞാൻ മൈനെ കാണും. എന്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളത് സത്യമാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കണ്ടിരിക്കും.
എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടോ ഹരിയേട്ടന്? എങ്കിൽ അതാവും നല്ലത്. എനിക്കിങ്ങനെ ജീവിച്ച് മടുത്തു വരേട്ടാ. അതിനൊന്നും ശീലിച്ചിട്ടില്ല ഹരിയേട്ടൻ. സ്നേഹിക്കുന്നവരുടെ സങ്കടങ്ങളും വേദനകളും നെഞ്ചിലേറ്റി വാങ്ങിയിട്ടേ ഉള്ളൂ ഇതുവരെ. ഔദ്യോഗിക ജീവിതത്തിൽ പോലും തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ കൂട്ടുനിന്നിട്ടില്ല ഞാൻ. നിനക്കറിയോ സിദ്ധാർത്ഥ, ഈ ഹരിയേട്ടനെ എന്നും തോൽപ്പിച്ചിട്ടുള്ളതും വേദനിപ്പിച്ചിട്ടുള്ളതും നീ മാത്രം. ഇനിയും എന്നെ ശിക്ഷിക്കരുത് നീ. സാർ ഇവിടെ വരരുത്. വന്നാൽ തന്നെ അകത്തേക്ക് കയറ്റരുതെന്നാ ഓർഡർ. ആരുടെ ഓർഡർ? മാറി നിൽക്കണം. അവിടെ നിൽക്ക്. കൈയെടുക്കണം. അവിടെ നിൽക്ക് സാറേ. ബലം പിടിക്കല്ലേ സാറേ. ലോനപ്പനല്ല ഞാൻ. നീ ആരാ എന്നെ തടയാൻ? മാറി നിൽക്കണം. അവിടെ നിൽക്ക് സാർ. അവിടെ നിൽക്ക്. അവിടെ നിൽക്ക്. എന്താ ഇത്? മൈനെ, ഇവൻ ആരാ ഇവിടുത്തെ? നിന്നെ കാണരുതെന്ന് എന്നോട് പറ. ഇവൻ ആരാ? എനിക്കറിയണം. സിദ്ധു, ദയവായി ഇവിടെ നിന്ന് ബഹളം വെക്കരുത്. ഞങ്ങൾ ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ടൊന്ന് കഴിഞ്ഞോട്ടെ. ഇനി എന്നെ നാണം കെടുത്തുന്നു സിദ്ധുവിന്. മൈനെ, നീ എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറയണ്ട. സിദ്ധു കരുതുന്ന പോലൊരു ഇഷ്ടമൊന്നും എനിക്ക് നിങ്ങളോടില്ല. എല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാ. പ്ലീസ്, ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഇനി എന്നെ കാണാൻ നിങ്ങൾ ഇവിടെ വരരുത്. വരരുത്. മൈന, മൈനെ, അവിടെ നിൽക്കും. എനിക്കറിയണം മൈനെ. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എനിക്കറിയണം. നിനക്ക് എന്നെ തള്ളിക്കളയാം. എന്നാ നിന്റെ ഉള്ളി വളരുന്ന നമ്മുടെ കുഞ്ഞിനെ തള്ളിക്കളയാൻ നിനക്കാവോ? അതെന്റെ കുഞ്ഞല്ലെന്ന് പറയാനാവോ? എനിക്ക് നിന്നെ കാണാതിരിക്കാനാവില്ല മൈന. ഞാൻ വരും മൈനെ. ഞാൻ വരും. ഞാൻ ഇനിയും വരും. എന്റെ കുഞ്ഞ് നിന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ വരും. മോളെ, മതിയോ അമ്മണിയമ്മേ?
ഇതെന്താ എന്നെ കണ്ടപ്പോഴേ പോവാൻ തുടങ്ങുന്നേ? ഞാൻ ഫോൺ ബെല്ലടിച്ച പോലെ തോന്നി. സിദ്ധുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എടുത്തി. എവിടെ പോയതാ സിദ്ധു? ഗൗരിയടുത്തിയോട് പറഞ്ഞോ? നീ ഉറങ്ങിയില്ലേ? എന്തോ ഇടയ്ക്ക് ഉണർന്നു. നീ പോയി കിടന്നോ? സിദ്ധു വരും. അല്ല, എനിക്കറിയണം. എന്നോട് പറയാതെ ഈ രാത്രി സിദ്ധു എവിടെ പോയതാണെന്ന് എനിക്കറിയണം. അവനിങ്ങി വരട്ടെ മനസ്സേ. വരുമ്പോ നമുക്ക് നേരിട്ട് ചോദിക്കാലോ. പക്ഷെ അതല്ല എടുത്തി. ഒരു ദുസ്വപ്നം കണ്ടാ ഞാൻ ഉണർന്നത്. അത് സിദ്ധുവിനെ കുറിച്ചുള്ള ഒരു സ്വപ്നമായിരുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോ സിദ്ധുവിനെ കാണാനില്ല. എനിക്ക് പേടി തോന്നുന്നു എടുത്തി. സിദ്ധുവിന് എന്താ പറ്റിയേ? എന്തോ ആപത്ത് സംഭവിച്ചതുപോലെ തോന്നുക.